ഹലോ ഓൾ വെൽക്കം ടു ദിസ് വീഡിയോ. കഴിഞ്ഞ വീഡിയോന്റെ ഒരു ലാസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ബാക്കി ഉണ്ടായിരുന്നു, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഓഫ് റിലേഷണൽ ഓൾജിബ്രയിൽ. അത് തൊട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഒരു ക്വസ്റ്റ്യൻ കൂടി നമുക്ക് ആൻസർ ചെയ്യാം. സോ ഈ ക്വറി എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ നമ്മൾ കണ്ട അതേ യൂണിവേഴ്സിറ്റി ഡാറ്റാബേസിന്റെ ലാസ്റ്റ് ക്വറിയാണ്. ഒബ്റ്റെയിൻ റോൾ നമ്പർ ഓഫ് ഗേൾ സ്റ്റുഡൻസ് ഹു ഹാവ് ഒബ്റ്റെയിൻ അറ്റ്ലീസ്റ്റ് 1 S grade. ഗേൾ സ്റ്റുഡൻസിന് മാത്രം എസ് ഗ്രേഡ് കിട്ടിയ ഗേൾ സ്റ്റുഡൻറ്റിൻ്റെ അറ്റ്ലീസ്റ്റ് ഒരു ഗേൾ സ്റ്റുഡൻറ്റ് ഹു ഹാവ് ഒബ്റ്റെയിൻ അറ്റ്ലീസ്റ്റ് 1 S grade, ഒരു എസ് ഗ്രേഡെങ്കിലും കിട്ടിയ ഗേൾ സ്റ്റുഡൻസിൻ്റെ ലിസ്റ്റാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഇവിടെ നമുക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗേൾ സ്റ്റുഡൻറ്റ് കണ്ടുപിടിക്കണമെങ്കിൽ എന്തായാലും നമുക്ക് സ്റ്റുഡൻറ്റ് ഡാറ്റാബേസ്, സ്റ്റുഡൻറ്റ് എന്ന് പറയുന്ന ടേബിൾ എന്തായാലും വേണം. അതിൻ്റെ അകത്താണ് സെക്സ് എന്ന് പറയുന്ന ആട്രിബ്യൂട്ട് ഉള്ളത്. അത് മാത്രം പോരാ, പിന്നെ നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ എസ് ഗ്രേഡ് കിട്ടിയ അറ്റ്ലീസ്റ്റ് 1 S grade എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഗ്രേഡ് എന്ന് പറയുന്നത് എൻറോൾമെന്റ് എന്ന് പറയുന്ന ടേബിളിലാണ് കിടക്കുന്നത്. എൻറോൾമെന്റ് ടേബിളിലാണ് ഗ്രേഡ് കിടക്കുന്നത്. ഇപ്പൊ ഒരു സ്റ്റുഡന്റ് ഇപ്പോൾ ഒരു 10 കോഴ്സ് 5 കോഴ്സിന് ഒരു ഇയറിൽ, ഒരു സെമസ്റ്ററിൽ, ഒരു ഇയറിൽ ഒരു 6 കോഴ്സ് ഉണ്ട് എന്നെങ്കിൽ എല്ലാത്തിനും എൻറോൾ ചെയ്യും. അതിനകത്ത് ഏതെങ്കിലും ഒരെണ്ണത്തിനെങ്കിലും എസ് കിട്ടിയാൽ മതി. അതാണ് നമ്മുടെ കണ്ടീഷൻ. അപ്പോൾ സ്റ്റുഡന്റ് എൻറോൾമെന്റ് ടേബിൾ, ഈ 2 ടേബിൾസ് ആണ് നമുക്ക് ഇതിൻ്റെ അകത്ത് മെയിൻ ആയിട്ട് വേണ്ടത്. സോ ഇവിടെ ഫസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് എല്ലാ ഗേൾ സ്റ്റുഡൻസിനെയും കണ്ടുപിടിക്കുക. അപ്പോൾ ഗേൾ സ്റ്റുഡൻസിനെ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ എന്താ ചെയ്യുക? നമുക്ക് വളരെ സിമ്പിൾ ക്വറിയാണ്. സെലക്ട് സെക്സ് ഫീമെയിൽ ഫ്രം സ്റ്റുഡന്റ് എന്ന് പറയുന്ന ടേബിളിൽ നിന്ന് ഈ പറയുന്ന സ്റ്റുഡന്റ് എന്ന് പറയുന്ന ടേബിളിൽ സെക്സ് ഈക്വൽ ടു F ഉള്ള ആ റോസിനെ മാത്രം ഞാൻ സെലക്ട് ചെയ്യുന്നു. അപ്പോൾ ഇനിയിപ്പോൾ എൻ്റെ ടേബിളിനകത്ത് ഫീമെയിൽ സ്റ്റുഡൻസ് മാത്രമേ ഉള്ളൂ. അവരുടെ എന്ത് മാത്രം മതി? എനിക്ക് റോൾ നമ്പർ മാത്രം മതി. ബിക്കോസ് എനിക്ക് റോൾ നമ്പർ മാത്രമേ പ്രിന്റ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളൂ. സോ ഗേൾ സ്റ്റുഡൻസിന്റെ എല്ലാ ഗേൾ സ്റ്റുഡൻസിന്റെയും ലിസ്റ്റാണ് എനിക്കിപ്പോൾ കിട്ടിയത്. ഇതിൽ നിന്ന് എനിക്ക് ഇനി എന്താ കണ്ടുപിടിക്കണ്ടേ? അതിൻ്റെ അകത്ത് എസ് ഗ്രേഡ് കിട്ടിയ എത്ര സ്റ്റുഡൻസ് ഉണ്ടെന്ന്. സോ എസ് ഗ്രേഡ് കിട്ടിയ എല്ലാ സ്റ്റുഡൻസിനെയും കണ്ടുപിടിക്കാനായിട്ട് ഞാൻ എന്ത് ചെയ്തു? എസ് ഗ്രേഡ് കിട്ടിയ സ്റ്റുഡൻസിനെ കണ്ടുപിടിക്കാൻ ഞാൻ വേറൊരു ക്വറി എഴുതി. ഗ്രേഡ് കിടക്കുന്നത് എൻറോൾമെന്റ്, ഞാൻ പറഞ്ഞല്ലോ എൻറോൾമെന്റ് എന്ന് പറയുന്ന ടേബിളിലാണ് ഗ്രേഡ് ഉള്ളത്. എൻറോൾമെന്റ് ടേബിളും സ്റ്റുഡന്റ് ടേബിളും മാത്രം മതി ഇതിൻ്റെ അകത്ത്. വേറൊരു ടേബിളിലും ഈ പറഞ്ഞ ഇൻഫർമേഷൻ ഒന്നും ഇരിപ്പില്ല. അപ്പോൾ ഞാൻ സ്റ്റുഡന്റ് ടേബിളിൽ പോയിട്ട് ആദ്യം ഗേൾ സ്റ്റുഡൻസ് കണ്ടുപിടിക്കാനായിട്ട് സെക്സ് ഫീമെയിൽ ഉള്ള സ്റ്റുഡൻസിന് മാത്രം എടുത്തു, അവരുടെ റോൾ നമ്പർ എടുത്തു വെച്ചു. എൻറോൾമെന്റ് ടേബിളിൽ പോയിട്ട് ഗ്രേഡ് എന്ന് പറയുന്നത് എസ് ഉള്ള, ഗ്രേഡ് ഈക്വൽ ടു എസ് വരുന്ന എൻറോൾമെന്റ് ടേബിളിൽ വരുന്ന എല്ലാ സ്റ്റുഡൻസിന്റെ റോൾ നമ്പർ എടുത്തു. അപ്പൊ ഇവിടെ റോൾ നമ്പർ, ഇവിടെ കിടക്കുന്നത് ഗേൾ സ്റ്റുഡൻസിന്റെ റോൾ നമ്പറും ഇവിടെ കിടക്കുന്നത് എസ് കിട്ടിയ സ്റ്റുഡൻസിന്റെ റോൾ നമ്പറാണ്. ഇതിൻ്റെ അകത്ത് ഗേൾസും ഉണ്ടാവും ബോയ്സും ഉണ്ടാവും. ഇനി ഞാൻ എന്താ ചെയ്യുക? ഇതിന്റെ രണ്ടിന്റെയും ഒരു ഇന്റർസെക്ഷൻ എടുത്താൽ മതി. ഇന്റർസെക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? രണ്ടിലും കോമൺ ആയിട്ട് വരുന്നത് മാത്രം, അതായത് ഗേൾ സ്റ്റുഡന്റ് ആയിട്ടുള്ള എസ് ഗ്രേഡ് കിട്ടിയ സ്റ്റുഡൻസിന്റെ ലിസ്റ്റ് നമുക്ക് കിട്ടും. അപ്പൊ അതിൻ്റെ അകത്ത് ഡ്യൂപ്ലിക്കേഷൻ ഇല്ല. ഗേൾ സ്റ്റുഡൻസിന്റെ ഒറ്റ ടൈം ഒരെണ്ണം മാത്രമേ, ഇപ്പൊ 5 S കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒരു തവണയെ വരത്തുള്ളൂ. അതാണ് ഇന്റർസെക്ഷന്റെ പ്രത്യേകത. ഇനി നമുക്ക് ഒരു ക്വസ്റ്റ്യൻ കൂടി നോക്കാം. ഇത് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. കൺസിഡർ ദ ഫോളോയിങ് സ്കീമ: സപ്ലയർ, പാർട്സ് ആൻഡ് കാറ്റലോഗ്. ഇതിന്റെ കുറച്ച് നീളം കൂടിയതും നീളം കുറഞ്ഞതുമായ പല ക്വസ്റ്റ്യൻസും ഇതിനു മുമ്പ് റിപ്പീറ്റ് ചെയ്ത് ഒത്തിരി ചോദിച്ചിട്ടുണ്ട്. ചിലത് 10 മാർക്കിന്റെ ചോദിച്ചിട്ടുണ്ട്. ഇത് 8 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. 4 ക്വസ്റ്റ്യൻ, 4 സബ് പാർട്സേ ഉള്ളൂ. ചിലപ്പോൾ 10 മാർക്കാണെങ്കിൽ 5 സബ് പാർട്സ് കാണും. എല്ലാത്തിനും ഈക്വലി 2 മാർക്സ് ആണ്. ചെറിയ ക്വറിയുണ്ടാവും, വലിയ ക്വറിയുണ്ടാവും. എല്ലാത്തിനും 2 മാർക്കാണ്. ഒരു ക്വറിക്ക് 2 മാർക്കാണ് ഇതിൻ്റെ അകത്ത് മാർക്ക് എന്ന് പറയുന്നത്. സോ സപ്ലയർ, പാർട്സ്, കാറ്റലോഗ്. സപ്ലയർ എന്ന് പറഞ്ഞാൽ അതായത് ഒരു സാധനം, ഒരു പാർട്ട് വിൽക്കുന്ന കുറെ സപ്ലയേഴ്സ് കാണും. ആ സപ്ലയറിന്റെ പേര്, ID, നെയിമും അഡ്രസ്സുമാണ് സപ്ലയറിലുള്ളത്. പാർട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ ഓരോ സാധനങ്ങളുടെ പാർട്ടുകളുണ്ടല്ലോ, ആ പാർട്ടിന്റെ ID, പാർട്ടിന്റെ നെയിമും കളറും, അതാണ് പാർട്സിലുള്ളത്. കാറ്റലോഗ് എന്ന് പറഞ്ഞാൽ ഏത് സപ്ലയർ ഏത് പാർട്ട് എത്ര രൂപയ്ക്ക് വിൽക്കുന്നു, ഇതാണ് കാറ്റലോഗ് എന്ന് പറയുന്നത്. സോ നമുക്ക് ചോദിച്ചേക്കുന്ന ക്വസ്റ്റ്യൻസ് ഇതൊക്കെയാണ്. ഫൈൻഡ് ദി നെയിം ഓഫ് പാർട്സ് സപ്ലൈഡ് ബൈ സപ്ലയർ വിത്ത് സപ്ലയർ ID 105. ആദ്യത്തെ ക്വസ്റ്റ്യൻ ഏറ്റവും സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. സപ്ലയർ ID 105 ഉള്ള സപ്ലയർ സപ്ലൈ ചെയ്യുന്ന പാർട്സ് ഏതൊക്കെയാണ്? അപ്പൊ നമ്മൾ ആദ്യം തന്നെ എന്ത് ചെയ്തു? വളരെ സിമ്പിൾ ക്വറിയാണ്. സെലക്ട് സപ്ലയർ ID 105 ഫ്രം കാറ്റലോഗ്. കാറ്റലോഗിലാണ് സപ്ലയർ ഐഡിയും പ്രൊഡക്റ്റ് ഐഡിയും കോസ്റ്റും ഉള്ളത്. സോ സപ്ലയർ ID 105 ഫ്രം കാറ്റലോഗിൽ നിന്ന് നമ്മൾ എടുത്തു. ഇനി അതിൽ നിന്ന് എനിക്ക് എന്ത് മാത്രം മതി?
ഈ പറയുന്ന ഈ ഈ കാറ്റലോഗ് എൻട്രിയിൽ നിന്ന് എനിക്ക് കിട്ടിയ ഇതിൽ നിന്ന് ഉള്ള ഈ കിടക്കുന്നതിൽ നിന്നുള്ള, അതായത് 105 എന്ന് പറയുന്ന സപ്ലയർ ഐ ഡിയുടെ എനിക്ക് എന്ത് മാത്രമാണ് വേണ്ടത്, അത് ഏത് പാർട്ടിലാണ്, ആ പാർട്ടിലുള്ള പ്രൊഡക്റ്റിന്റെ പേരാണ് എനിക്ക് വേണ്ടത്. പാർട്ടിന്റെ പേര് മാത്രം എനിക്ക് കിട്ടിയാൽ മതി. സോ അതിന് ഞാൻ എന്ത് ചെയ്തു, 105 കാറ്റലോഗ് ഐ ഡി ഉള്ളതും പാർട്സ് എന്ന് പറയുന്ന ടേബിളും തമ്മിൽ ഞാൻ ജോയിൻ ചെയ്തു. പാർട്സ് ടേബിളിൽ ഒരു പി ഐ ഡി ഉണ്ട്, കാറ്റലോഗ് ടേബിളിൽ ഒരു പി ഐ ഡി ഉണ്ട്. അപ്പൊ ഇത് രണ്ടും കോമൺ ആയിട്ടുള്ള പാർട്സ് മാത്രം ഞാൻ ജോയിൻ ചെയ്തു. അപ്പൊ സപ്ലൈ റെഡി 105 ഉള്ള പാർട്സിന്റെ ഡീറ്റെയിൽസ് എനിക്കിത് ഈ ജോയിന്റെ ഉള്ളിൽ കിട്ടും. അതിൽ നിന്ന് ഞാൻ എന്ത് മാത്രം സെലക്ട് ചെയ്തു, പാർട്ടിന്റെ പേര് മാത്രം സെലക്ട് ചെയ്തു. ഇങ്ങനെയാണ് നമ്മൾ ഈ പറയുന്ന ക്വരീസിന് ആൻസർ കണ്ടുപിടിക്കുക. സോ നമ്മൾ എപ്പോഴും ഇതിൽ നിന്ന് ചെറുതാക്കാൻ നോക്കുക. ഇപ്പൊ ആദ്യത്തെ ഫസ്റ്റ് നമ്മൾ എന്താ ചെയ്യണ്ടേ, സപ്ലൈ റെഡി 105 അത് കണ്ടുപിടിക്കലാണ് ആദ്യത്തെ നമ്മുടെ ആവശ്യം. അപ്പൊ 2 ടേബിളിലാണ് സപ്ലയർ ഐ ഡി ഉള്ളത്. സപ്ലയർ ഐ ഡി നമ്മൾ സപ്ലയർ ടേബിളിൽ പോയി നോക്കിയിട്ട് ഒരു പ്രയോജനമില്ല, ബിക്കോസ് അതിനകത്ത് ആകെ നെയിമും അഡ്രസ്സേ ഉള്ളൂ. നമുക്ക് സപ്ലയറും പാർട്സും വരുന്ന ഒരു ടേബിളിൽ നോക്കിയാലാണ് നമുക്ക് ആ പാർട്സിന്റെ പേര് കിട്ടുള്ളൂ. പാർട്സിന്റെ പേര് പാർട്സ് ടേബിളിൽ മാത്രമേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് ഇവിടെ നിന്ന് പാർട്ട് ഐ ഡി കണ്ടുപിടിച്ചിട്ട് ഈ ടേബിൾ കാറ്റലോഗ് ടേബിളിൽ നിന്ന് പാർട്ട് ഐ ഡി കണ്ടുപിടിച്ചിട്ട് പാർട്സ് ടേബിളിൽ നിന്ന് പോയിട്ട് അതിന്റെ പേര് നോക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട മെത്തേഡ്. സോ നമ്മൾ ആദ്യം തന്നെ ഒരു പ്ലാൻ ഉണ്ടാക്കുക. ഇത് ചെയ്യണമെങ്കിൽ ഈ 2 ടേബിളാണ് വേണ്ടത്. അതിൽ ആദ്യം തന്നെ ഈ പി ഐ ഡി എടുക്കുക, പി ഐ ഡി കണ്ടുപിടിക്കുക, എന്നിട്ട് ആ പി ഐ ഡിയിൽ നിന്ന് ഈ പാർട്സ് ടേബിളിൽ പോയി നോക്കുക. ഇതാണ് നമ്മുടെ എപ്പോഴും നമ്മൾ അങ്ങനെയാണ് ചിന്തിക്കേണ്ടത്. എന്നിട്ട് വേണം അത് ക്വറി ആയിട്ട് എഴുതാൻ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, നെയിം ഓഫ് സപ്ലയേഴ്സ് സപ്ലൈയിങ് സം ഗ്രീൻ പാർട്സ് ഫോർ ലെസ് ദാൻ 1000 rupees. 1000 rupeesന് താഴെ, അതായത് നെയിം ഓഫ് സപ്ലയർ സപ്ലൈയിങ് സം ഗ്രീൻ പാർട്സ് ഫോർ ലെസ് ദാൻ 1000 rupees. ലെസ് ദാൻ 1000 rupeesന് ഗ്രീൻ പാർട്സ് കുറച്ച്, എല്ലാം ഗ്രീൻ പാർട്സ് എന്നല്ല. അപ്പൊ നമുക്ക് ഇവിടെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് സപ്ലൈയിങ് സം ഗ്രീൻ പാർട്സ്. അപ്പൊ ആ സപ്ലയർ എല്ലാ ഗ്രീൻ പാർട്സ് മാത്രം സപ്ലൈ ചെയ്യുന്ന സപ്ലയർ ആവണമെന്നില്ല, അതിൽ ഗ്രീനോ റെഡോ എന്ത് വേണമെങ്കിൽ സപ്ലൈ ചെയ്യാം. പക്ഷെ ഗ്രീൻ പാർട്സ് സപ്ലൈ ചെയ്യുന്ന, കുറച്ചെങ്കിലും ഗ്രീൻ പാർട്സ് സപ്ലൈ ചെയ്യുന്ന ഒരു സപ്ലയർ ഫോർ ലെസ് ദാൻ 1000 rupees, 1000 rupeesനായിരിക്കും, ലെസ് ദാൻ 1000 rupeesനായിരിക്കും അയാളത് സപ്ലൈ ചെയ്യുന്നത്. അപ്പൊ ആദ്യം നമ്മൾ കണ്ടുപിടിക്കേണ്ടതെന്ന് പറഞ്ഞാൽ, ഇവിടെ ഇപ്പൊ ഏതൊക്കെ ടേബിൾ വേണം എന്നൊന്ന് ആലോചിച്ച് നോക്കിയേ. ഇവിടെ എന്തായാലും കോസ്റ്റ് എന്ന് പറയുന്നത് കാറ്റലോഗ് ടേബിളിലായിരിക്കും, പാർട്സിന്റെ കളർ കിടക്കുന്നത് പാർട്സ് ടേബിളിലായിരിക്കും, സപ്ലയറിന്റെ ഡീറ്റെയിൽസ് കിടക്കുന്നത് സപ്ലയർ ടേബിളിലായിരിക്കും. ഈ 3 ടേബിളും നമുക്ക് ഇവിടെ ആവശ്യമുണ്ട്. അപ്പൊ നമ്മൾ ഫസ്റ്റ് കണ്ടുപിടിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഗ്രീൻ കളർ ഉള്ള പാർട്സ് ഏതൊക്കെയാണെന്ന് നമ്മൾ ആദ്യം കണ്ടുപിടിക്കണം. സോ ഫസ്റ്റ് ടാസ്ക് എന്ന് പറഞ്ഞാൽ ഗ്രീൻ കളർ ഉള്ള പാർട്സ് മാത്രം നമ്മൾ എടുക്കുകയാണ്. എന്നിട്ട് വേണം അത് കാറ്റലോഗിൽ പോയിട്ട് അതിന്റെ കോസ്റ്റ് എത്രയാണെന്ന് നോക്കാൻ, എന്നിട്ട് വേണം അതിന്റെ സപ്ലയറെ കണ്ടുപിടിക്കാൻ. സോ നമ്മൾ ഫസ്റ്റ് ടാസ്ക് നമ്മൾ ഗ്രീൻ കളർ ഉള്ള പാർട്സ്. സോ സെലക്ട് കളർ ഈക്വൽ ടു ഗ്രീൻ ഫ്രം പാർട്സ്. അപ്പൊ പാർട്സ് ഗ്രീൻ ആയിട്ടുള്ള റോസ് മാത്രം നമുക്ക് കിട്ടും. ഇനി നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇനി ഈ പാർട്സിനെയും ഗ്രീൻ പാർട്സിനെയും കാറ്റലോഗുമായിട്ട് നമ്മൾ ജോയിൻ ചെയ്യണം. അപ്പൊ ഗ്രീൻ പാർട്സ് ഉള്ള കാറ്റലോഗ് കിടക്കുന്നതുമായിട്ട് നമ്മൾ ജോയിൻ ചെയ്യുന്നു. അതിൻ്റെ അകത്ത് ഒരു കണ്ടീഷൻ കൂടി നമ്മൾ വെക്കുകയാണ്, കോസ്റ്റ് എന്ന് പറയുന്നത് ലെസ് ദാൻ 1000 ഉള്ളതും കൂടി വെക്കുകയാണ്. അപ്പൊ ചീപ്പ് ഗ്രീൻ പാർട്സ് എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു ഗ്രീൻ എന്ന് പറയുന്ന ഒരു ക്വറി എഴുതുകയാണ്. അതിൻ്റെ അകത്ത് കാറ്റലോഗും ഗ്രീൻ പാർട്സും തമ്മിൽ നമ്മൾ അവരെ ജോയിൻ ചെയ്യിക്കുകയാണ്. കാറ്റലോഗിൽ PID ആണ്, പാർട്സിലും PID ആണ്, അതുകൊണ്ടാണ് ഇവിടെ കണ്ടീഷൻ എഴുതാത്തത്. സോ കാറ്റലോഗും ഗ്രീൻ പാർട്സും തമ്മിൽ നമ്മൾ ജോയിൻ ചെയ്തു. അപ്പോൾ ഗ്രീൻ പാർട്സ് എന്ന് പറയുന്ന സാധനം കാറ്റലോഗുമായിട്ട് ഒരുമിച്ച് കമ്പൈൻ ചെയ്ത് ഒരു സിംഗിൾ ടേബിൾ ആക്കി. അപ്പോൾ ആ ടേബിളിൽ അതിൻ്റെ ഓരോന്നിൻ്റെയും കോസ്റ്റ് ഉണ്ടാവും. അതിൽ കോസ്റ്റ് എന്ന് പറയുന്നത് 1000-ൽ കുറവുള്ള ഗ്രീൻ പാർട്സ് മാത്രമാണ് നമുക്ക് വേണ്ടത്. അതുകൊണ്ടാണ് ഇതിൻ്റെ അകത്ത് വീണ്ടും ഞാനൊരു സെലക്ട് ക്വറി എഴുതി ലെസ് ദാൻ 1000 ഉള്ള റോസ് മാത്രം മതി, അത് കൂടുതലുള്ള റോസിനെല്ലാം നമ്മൾ ഡ്രോപ്പ് ചെയ്തു. എന്നിട്ട് ഇനി നമുക്ക് എന്താ വേണ്ടേ, ഈ ചീപ്പായിട്ടുള്ള ഗ്രീൻ പാർട്സ് സപ്ലൈ ചെയ്യുന്ന സപ്ലയറിന്റെ പേര് ഏത് ഇതിലാണ് കിടക്കുന്നത്, സപ്ലയർ ID എന്ന് പറയുന്നത് വച്ചിട്ടാണ് നമ്മൾ സപ്ലയർ നെയിം എടുക്കേണ്ടത്. ഇപ്പൊ കാറ്റലോഗ് എന്ന് പറയുന്നതിൻ്റെ അകത്ത് സപ്ലയർ ID ഉണ്ടായിരുന്നു. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, ഇനി നമ്മൾ റിസൾട്ട് എന്ന് പറയുന്നത്
സപ്ലയേഴ്സ് എന്ന് പറയുന്ന ടേബിളും ചീപ്പ് ഗ്രീൻ എന്ന് പറയുന്നതും തമ്മിൽ നമ്മൾ വീണ്ടും ജോയിൻ ചെയ്തു. എന്ത് വെച്ചിട്ട്? ഇവർ രണ്ടുപേരും കോമൺ ആയിട്ടുള്ളത്, അതായത് ഇപ്പൊ ഈ രണ്ട് ടേബിളിൽ കോമൺ എന്ന് പറഞ്ഞാൽ സപ്ലയർ ഐ ഡി ആണ്. അപ്പൊ ആ സപ്ലയർ ഐ ഡി വെച്ചിട്ട്, ബിക്കോസ് നമ്മളിപ്പോ ജോയിൻ ചെയ്ത ടേബിൾ എന്ന് പറഞ്ഞാൽ കാറ്റലോഗുമായിട്ട് കമ്പൈൻ ചെയ്തുകൊണ്ട് അതൊരു വലിയ ടേബിളാണ്. ആ ടേബിളിൻ്റെ അകത്ത് ഈ പറയുന്ന പാർട്സിന്റെയും കാറ്റലോഗിന്റെയും എല്ലാ കോളങ്ങളും അതിൻ്റെ അകത്ത് ഉണ്ടാവും. അപ്പൊ അതിൻ്റെ അകത്ത് രണ്ടിലും സപ്ലയർ ടേബിളിലും ഈ ഈ ചീപ്പ് ഗ്രീൻ എന്ന് പറയുന്ന ടേബിളും കോമൺ ആയിട്ടുള്ള സപ്ലയർ ഐ ഡി ആണ്. അപ്പൊ അത് വെച്ചിട്ട് നമ്മൾ അവരെ ജോയിൻ ചെയ്യുന്നു. എന്നിട്ട് അതിൻ്റെ അകത്ത് നമുക്ക് എന്ത് മാത്രം മതി? സപ്ലയറിന്റെ പേര് മാത്രം മതി. അതുകൊണ്ട് നമ്മൾ ഇവിടെ ഒരു പ്രൊജക്ട് എന്ന് പറയുന്ന സാധനം കൂടി എഴുതി എസ് നെയിം മാത്രമായിട്ട് നമ്മൾ പ്രൊജക്ട് ചെയ്യുന്നു. ഇങ്ങനെയാണ് നമ്മൾ ക്വരി എഴുതുക. അപ്പൊ ഇതിൻ്റെ അകത്ത് എന്തൊക്കെ എല്ലാ ടേബിൾസും ഇതിൻ്റെ അകത്ത് വേണ്ടി വന്നു. അപ്പൊ ആദ്യം നമ്മൾ ഗ്രീൻ ആയിട്ടുള്ള പാർട്സ് മാത്രം കണ്ടുപിടിച്ചു. എന്നിട്ട് അതും ഈ കാറ്റലോഗും തമ്മിൽ നമ്മൾ ജോയിൻ ചെയ്തു. അപ്പോൾ ജോയിൻ ചെയ്യാൻ നേരത്തെ എന്ത് പറ്റും? നമുക്ക് കിട്ടുന്ന ടേബിളില് നമ്മളുടെ ഈ പറയുന്ന ചീപ്പ് ഗ്രീൻ എന്ന് പറയുന്ന ടേബിളില് നമ്മുടെ ചീപ്പ് ഗ്രീൻ ടേബിളിൽ എന്തൊക്കെ ആട്രിബ്യൂട്ടുകൾ വരും? ഇതിൻ്റെ അകത്തുള്ള എല്ലാ ആട്രിബ്യൂട്ടും ഇതിൻ്റെ അകത്തുള്ള എല്ലാ ആട്രിബ്യൂട്ടും വരും. എന്നിട്ട് വേണം, അപ്പൊ അതിൻ്റെ അകത്ത് സപ്ലയർ ഐ ഡി, പി ഐ ഡി, കോസ്റ്റ്, പിന്നെ പി നെയിം, കളർ, ഇത്രയും സാധനം വരും. എന്നിട്ടാണ് അതിനെ ഈ സപ്ലയർ ഐ ഡി, അതിൻ്റെ അകത്തുള്ള രണ്ടിലും സപ്ലയർ ഐ ഡി ഉണ്ട്, അത് വെച്ചിട്ടാണ് ഈ സപ്ലയർ ടേബിളുമായിട്ട് ജോയിൻ ചെയ്യുന്നത്. അതിൻ്റെ ഉള്ളിൽ നിന്ന് സപ്ലയർ നെയിം മാത്രം നമ്മൾ എടുക്കുന്നു. ഇങ്ങനെയാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഫൈൻഡ് ദി ഐ ഡി ഓഫ് സപ്ലയർ ഹു സപ്ലൈ സം ഗ്രീൻ റെഡ് ഓർ ഗ്രീൻ പാർട്ട്. നേരത്തേൽ നമ്മളുടെ അടുത്ത് ചോദിച്ചേക്കുന്ന ഗ്രീൻ പാർട്ട്, കുറച്ചെങ്കിലും ഗ്രീൻ പാർട്ട് മാത്രം സപ്ലൈ ചെയ്യുന്നത്, അതിൻ്റെ അടുത്ത് ലെസ് ദാൻ 1000 എന്നാണ് നമ്മളുടെ അടുത്ത് പറഞ്ഞിരുന്നത്. ഇവിടെ നമ്മുടെ അടുത്ത് പറയുന്നത് അങ്ങനെയല്ല, റെഡോ ഗ്രീനോ കളറുള്ള പാർട്ട് സപ്ലൈ ചെയ്യുന്ന സപ്ലയേഴ്സിന്റെ ഐ ഡി. കുറച്ചും കൂടി സിമ്പിൾ ആണിത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? കളർ കിട്ടാൻ എന്തായാലും പാർട്സ് എന്ന് പറയുന്ന ടേബിളിൽ പോയാലേ നമുക്ക് കളർ കിട്ടുള്ളൂ. കളറിന് രണ്ട് കണ്ടീഷൻ ഉണ്ട്, ഒന്ന് ഗ്രീൻ അല്ലെങ്കിൽ റെഡ്. ഗ്രീൻ ഓർ റെഡ് എന്ന് പറയുന്നത് നമ്മൾ ഓർ എന്ന് പറയുന്നത് വെച്ചിട്ട് തന്നെയാണ് നമ്മളിവിടെ ചെയ്യുന്നത്. അപ്പൊ സെലക്ട് കളർ ഈക്വൽ ടു റെഡ് ഓർ, ഓറിന്റെ നമ്മൾ ഓപ്പറേറ്റർ നമുക്കറിയാലോ, ഓർ ഇത് ആൻഡ് ഇത്. അപ്പോൾ ഓറാണ് നമ്മളോട് കൊടുക്കുന്നത്. റെഡ് ഓർ ഗ്രീൻ ഓഫ് പാർട്സ് എന്ന് പറയുന്ന ടേബിളിൽ റെഡ് ഓർ ഗ്രീൻ ഉള്ളത് നമ്മൾ എടുത്തു. ഇനി ജോയിൻ വിത്ത് കാറ്റലോഗ് എന്ന് പറയുന്നതുമായിട്ട് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്ന് സപ്ലയർ ഐ ഡി മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. ഭാഗ്യവശാൽ നമ്മുടെ അടുത്ത് ഇവിടെ നമ്മുടെ അടുത്ത് ചോദിച്ചേക്കുന്ന നെയിമാണ് ചോദിച്ചേക്കുന്നത്. ഇവിടെ നമ്മുടെ ഐ ഡി മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് സപ്ലയർ ടേബിൾ, നമ്മുടെ ആദ്യത്തെ സപ്ലയർ ടേബിളുമായിട്ട് നമ്മൾ ആ ഒരു ജോയിൻ നമുക്കിവിടെ ആവശ്യമില്ല. നമുക്ക് ഈ രണ്ടാമത് ഒരു ക്വറിയും കൂടെ എഴുതിയിട്ട് നമുക്ക് ഇവിടെ വെച്ച് നിർത്താം. സപ്ലയർ ഐ ഡി മാത്രം മതികൊണ്ട് കാറ്റലോഗ് ടേബിളുമായിട്ട് ഇതിനെ ജോയിൻ ചെയ്യുന്നു. ജോയിൻ ചെയ്തിട്ട് അതിൻ്റെ അകത്ത് സപ്ലയർ ഐ ഡി മാത്രമായിട്ട് നമ്മൾ പ്രൊജക്റ്റ് ചെയ്തെടുക്കുന്നു. സപ്ലയർ നെയിം വേണമെന്ന് പറഞ്ഞായിരുന്നെങ്കിൽ നമ്മളിത് ഇതുപോലെ ഈ ഒരു റിസൾട്ട് എന്ന് പറയുന്ന ഇതും കൂടി നമുക്ക് വേണ്ടി വന്നേനെ. സപ്ലയറുമായിട്ട് നമ്മൾ ജോയിൻ ചെയ്ത് ഈ സപ്ലയർ റെഡ് ഗ്രീൻ എന്ന് പറയുന്നത് നമ്മൾ ജോയിൻ ചെയ്യേണ്ട വന്നേനെ. ഇതിൻ്റെ അകത്ത് അതിൻ്റെ ആവശ്യം വന്നില്ല. ഇൻ ലാസ്റ്റ് ക്വറി എന്ന് പറയുന്ന ഫൈൻഡ് ദി നെയിം ഓഫ് സപ്ലയർ ഹൂ സപ്ലൈ സം റെഡ് പാർട്ട്. നമ്മൾ നേരത്തെ ചോദിച്ച ക്വസ്റ്റ്യനിൽ സം ഗ്രീൻ പാർട്ട് ഫോർ ലെസ് ദാൻ 1000 rupees ഉണ്ടായിരുന്നെങ്കിൽ ഇവിടെ സം റെഡ് പാർട്ട് എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഒരു കണ്ടീഷൻ കുറവാന്നേ ഉള്ളൂ. സെയിം ക്വറിയാണ്, വലിയ വ്യത്യാസമൊന്നുമില്ല. നിങ്ങൾ നോക്കിയാൽ തന്നെ അറിയാം ഇവർ തമ്മിൽ നല്ല സാമ്യമുണ്ട്. ഇവിടെ ഗ്രീനിന് പകരം ഇവിടെ റെഡ് എന്നിട്ടു. ഇവിടുത്തെ ഈ ഒരു ലെസ് ദാൻ 1000 എന്ന് പറഞ്ഞാൽ കളഞ്ഞു, അത്രേ ചെയ്തിട്ടുള്ളൂ. ബാക്കിത്തെ എല്ലാം സെയിം ആണ്. റെഡ് പാർട്സ് എന്ന് പറയുന്നത് ആദ്യം എടുത്തു, പാർട്സ് ടേബിളിൽ നിന്ന് കളർ റെഡ് ആയിട്ടുള്ളത് എടുത്തു. എന്നിട്ട് കാറ്റലോഗുമായിട്ട് നമ്മൾ ജോയിൻ ചെയ്തു. കാറ്റലോഗും റെഡ് പാർട്ടും നമ്മൾ ജോയിൻ ചെയ്ത് സപ്ലയർ ഐ ഡി എടുത്തു. ആ സപ്ലയർ ടേബിളും ഈ റെഡ് പാർട്സും തമ്മിൽ ജോയിൻ ചെയ്ത് അതിൻ്റെ അകത്ത് നിന്ന് സപ്ലയർ നെയിം മാത്രം നമ്മൾ എടുത്തു. സോ ദിസ് ഇസ് ഹൗ നമ്മളിത് ചെയ്യുന്നത്. ഇതുപോലത്തെ വേറെയും ക്വസ്റ്റ്യൻസ് ഉണ്ട്. സ്റ്റിൽ ഏത് ക്വസ്റ്റ്യൻ കിട്ടിയാലും നിങ്ങൾ ഏതൊക്കെ ടേബിൾ തമ്മിലാണ് ജോയിൻ ചെയ്യേണ്ടത് അത് ആദ്യം കണ്ടുപിടിക്കുക. ജോയിൻ എന്ന് പറയുമ്പോൾ ഇപ്പൊ ഇവിടെ കോമൺ ആയിട്ടുള്ള എന്തൊക്കെ സാധനങ്ങളുണ്ട് അത് തമ്മിൽ എന്ത് ചെയ്യണം, എന്താണ് ഏറ്റവും ബേസിക് ആയിട്ട് ഒരു സാധനം തന്നിട്ടുണ്ട്. ഇപ്പൊ സപ്ലയർ ഐ ഡി 105. സപ്ലയർ ഐ ഡി 105 എന്ന് പറയുന്നത് പാർട്സും സപ്ലയർ ഐ ഡി ഒരുമിച്ചുള്ളൊരു സാധനത്തിലായിരിക്കും നമുക്ക് വേണ്ടെങ്കിൽ ഇവിടെ നിന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ഇപ്പൊ സപ്ലയറിന്റെ പേരാണ് മാത്രം കണ്ടുപിടിച്ചാൽ സപ്ലയർ ഐ ഡി 105 ഉള്ള സപ്ലയറിന്റെ പേരെന്താന്ന് വെച്ചാൽ അത് നേരെ സപ്ലയർ ടേബിളിൽ ഉണ്ടാവും. സോ നമ്മളത് അങ്ങനെ ആലോചിച്ച് നമ്മളത് അവർ തമ്മിലുള്ള കണക്ഷൻസ് കണ്ടുപിടിച്ച് ചെയ്യാൻ മാത്രം അറിഞ്ഞാൽ മതി. റിലേഷണൽ ആൾജിബ്രയുടെ ക്വസ്റ്റ്യൻസിന് ഭൂരിഭാഗം ക്വസ്റ്റ്യൻസും സെയിം ആണ്. എനിക്ക് ഏതെങ്കിലും
ഒരുവിധം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിനെല്ലാം അതിൻ്റെ സ്കീമാസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ആ സ്കീമയിൽ ഉണ്ടാവും അതിൻ്റെ അകത്തുള്ള ആൻസേഴ്സ്. സോ ഞാൻ അതുകൊണ്ട് അധികം ക്വറീസ് ചെയ്യുന്നില്ല. ഇതുകൊണ്ട് തന്നെ ഒരുവിധം കോൺസെപ്റ്റുകൾ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. സോ താങ്ക് യു.